സായി തേജ നായകനായി എത്തിയ മടക്ക് എന്ന തെലുങ്ക് പടം OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഡിസംബർ 5-ന് ആമസോൺ പ്രൈമിലൂടെയാണ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. മലയാളം അടക്കം വിവിധ ലാംഗ്വേജുകളിൽ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. വിടാമുയർച്ചി സിനിമയുടെ ഒരു കിടിലൻ ടീസർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. മകിഴ് തിരുമേനിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. നല്ലൊരു ടീസർ കട്ടാണ് ഇവിടെ കാണുന്നത്. അജിത്തിനെ ഇതുപോലുള്ള ആക്ഷൻ സിനിമകളിൽ കാണാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാനൊക്കെ എപ്പോഴും മങ്കാത്തയൊക്കെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമയാണ്. മങ്കാത്ത സിനിമയ്ക്ക് ശേഷം അർജുൻ സർജയും അജിത്തും വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ എന്ന പ്രത്യേകത കൂടിയുണ്ട് വിടാമുയർച്ചയ്ക്ക്. അതുപോലെ ഈ ഒരു സിനിമ ഒരു റീമേക്കാണ്. ബ്രേക്ക് ഡൗൺ എന്ന ഇംഗ്ലീഷ് സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ് വിടാമുയർച്ചി എന്നാണ് പറയുന്നത്. ബ്രേക്ക് ഡൗണിൻ്റെ സ്റ്റോറി എന്തെന്നാൽ മരുഭൂമിയിൽ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആവുന്നതും ആ മരുഭൂമിയിൽ നായകൻ്റെ വൈഫ് ഒരു വണ്ടിക്ക് കൈ കാണിക്കുന്നതും പിന്നീട് വൈഫിനെ കാണാതായതിനു ശേഷം നായകൻ വൈഫിനെ അന്വേഷിച്ച് പോകുന്നതും പല പ്രശ്നങ്ങൾ നേരിടുന്നതും ഒക്കെയാണ് ആ ഒരു സിനിമയുടെ സ്റ്റോറി. ഈ ഒരു സിനിമയുടെ ടീസറിലും അതൊക്കെ തന്നെയാണ് കാണുന്നത്. തൃഷയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അജിത്ത് തൃഷയെ തിരഞ്ഞു നടക്കുന്നതും പിന്നെ പ്രശ്നങ്ങൾ നേരിടുന്നതൊക്കെ തന്നെ ആയിരിക്കും സിനിമയുടെ കഥ. ഇതുപോലെയുള്ള ത്രില്ലേഴ്സൊക്കെ കിടിലനായിട്ട് മേക്ക് ചെയ്യാൻ അറിയുന്ന ആളാണ് മകിഴ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ തടം എന്ന സിനിമ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വില്ലൻ കഥാപാത്രം തന്നെ ആയിട്ടായിരിക്കാം അർജുൻ സർജ ഈ ഒരു സിനിമയിൽ എത്തുന്നത്. സിനിമയുടെ മൂഡിനനുസരിച്ചുള്ള ഒരു കിടിലൻ BGM ആണ് അനിരുദ്ധ് ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. വിടാമുയർച്ചി സിനിമ 2025 പൊങ്കൽ റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇതിനിടയ്ക്ക് അജിത്തിൻ്റെ വിടാമുയർച്ചി എന്ന സിനിമയും ഇതേ ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ റിലീസ് മാറ്റിവെക്കാനാണ് ചാൻസ്. ARMന് ശേഷം വരുന്ന ടൊവിനോയുടെ അടുത്ത ചിത്രമായ ഐഡന്റിറ്റി എന്ന സിനിമയുടെ റിലീസ് കൺഫേം ആയിട്ടുണ്ട്. 2025 ജനുവരിയിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഫോറൻസിക് സിനിമയുടെ ഡയറക്ടേഴ്സായ അഖിൽ പോളും അനസ് ഖാനുമാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയിൽ നായികയായിട്ട് എത്തുന്നത് തൃഷയാണ്. രാജ് ബി ഷെട്ടിയും അപർണ ബാലമുരളിയും പ്രധാന വേഷത്തിലെത്തുന്ന രുധിരം എന്ന സിനിമ ഈ വരുന്ന ഡിസംബർ 13-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഗോകുലം ഗോപാലനും ഡ്രീം ബിഗ് ഫിലിംസും ചേർന്നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. മമ്മൂക്കയുടെ വെള്ളിയേട്ടൻ സിനിമയുടെ റിലീസ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. 4K റീമാസ്റ്ററിലൂടെ റിലീസ് ചെയ്ത സിനിമ കേരളത്തിൽ മാത്രം ഓപ്പണിംഗ് കളക്ഷനായിട്ട് 23 ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കേരളത്തിൽ റിലീസുകളിൽ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയ സിനിമകളിൽ 4ാം സ്ഥാനത്താണ് മമ്മൂക്കയുടെ വെള്ളിയേട്ടനുള്ളത്. ആദ്യ 3 സ്ഥാനങ്ങളിൽ ലാലേട്ടൻ്റെ സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ എന്നിവയാണുള്ളത്. മാർക്കോ സിനിമയുടെ ഭാഗത്തുനിന്ന് ബേബി ജിന് പാടിയ ഒരു പ്രൊമോ സോങ് വന്നിട്ടുണ്ട്. മാർപ്പാപ്പ എന്നാണ് ഈ ഒരു സോങ്ങിൻ്റെ ടൈറ്റിൽ. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് മൂവിയായ മാർക്കോ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഡിസംബർ 20-നാണ്. മാർക്കോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സിനിമയിൽ അഭിനയിച്ച താരങ്ങളുടെയും അതുപോലെ സിനിമയിൽ പ്രവർത്തിച്ച മറ്റ് ക്രൂ മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു ഇന്റർവ്യൂ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. മാർക്കോ സിനിമയിൽ 7 ഫൈറ്റുകൾ ഉണ്ടെന്നും മാർക്കോ സിനിമയുടെ ടീസറിൽ കണ്ട വയലൻസ് മാത്രമല്ല, നമ്മൾ ടീസറിൽ കണ്ട വയലൻസ് ഒന്നുമല്ല, അതിനപ്പുറമുള്ള വയലൻസ് ഒക്കെ സിനിമയിലുണ്ടെന്നാണ് സിനിമയുടെ ടീം പറയുന്നത്. എന്തായാലും മാർക്കോ സിനിമ വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അല്ലു അർജുൻ്റെ പുഷ്പ 2 സിനിമയുടെ ഭാഗത്തുനിന്ന് നിരവധി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പുഷ്പ 2 സിനിമയുടെ IMAX റിലീസും ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പുഷ്പ 2 സിനിമയുടെ ഡ്യൂറേഷനായിട്ട് പറയുന്നത് 3 മണിക്കൂറും 21 മിനിറ്റ് ആണെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ US സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പുഷ്പ 2 സിനിമയുടെ പുതിയ സോങ് വരുന്നുണ്ട്. ഈ ഒരു സോങ്ങിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നമ്മൾ കുറച്ച് കാലങ്ങളായി അല്ലു അർജുൻ്റെ ഡാൻസ് നമ്പേഴ്സൊക്കെ മിസ് ചെയ്യുന്നു. എന്നാൽ ആ ഒരു പ്രശ്നം ഈ ഒരു സോങ്ങിലൂടെ തീർക്കുമെന്നാണ് അല്ലു അർജുൻ കേരളത്തിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വന്നപ്പോൾ പറഞ്ഞത്. അതുപോലെ വരാൻ പോകുന്ന ഈ ഒരു സോങ്ങിന്റെ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകളിൽ മലയാളം ലിറിക്സ് ആയിരിക്കും മറ്റു വെർഷൻസിലൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു സോങ് വൈബ് മെറ്റീരിയൽ ആകുമെന്ന കാര്യത്തിന് സംശയമില്ല. ഡിസംബർ 1-നാണ് ഈ ഒരു സോങ് റിലീസ് ചെയ്യുന്നത്. യൂട്യൂബിൽ ഈ ഒരു സോങ്ങിന്റെ പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിസംബർ 5-ന് പുഷ്പരാജിന്റെ 2ാം വരവിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.